പ്രിയമുള്ളവരെ, മീം കവിയരങ്ങ് കേരളത്തിൻ്റെ സാംസ്കാരിക ലോകത്ത് സവിശേഷമായ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണ്. ഓരോ വർഷവും ഇവിടെ 100ഓളം കവികൾ വന്ന് പ്രവാചകരെ പറ്റിയുള്ള കവിത എഴുതി അവതരിപ്പിക്കുന്നു. ഇത് മറ്റൊരർത്ഥത്തിൽ കവികളെയും വായനക്കാരെയും ആ കവിത പിന്നീട് കേൾക്കുന്ന മനുഷ്യരെയും ഒക്കെ തന്നെ ആത്മീയമായ ഒരു വിശുദ്ധിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. പ്രവാചകനെ കൂടുതൽ മനസ്സിലാക്കാൻ, കൂടുതൽ അറിയാൻ, കൂടുതൽ മനുഷ്യരിലേക്ക് പ്രവാചകരെ എത്തിക്കാനൊക്കെ തന്നെ ഈ വേദി ഇന്ന് വലിയൊരു സാധ്യതയായി നിൽക്കുകയാണ്. മാത്രവുമല്ല, ലോകത്ത് പലതരത്തിലുള്ള ആത്മീയ ഗുരുക്കന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. പലതരത്തിലുള്ള ആത്മീയ ധാരകളെ നമുക്ക് അറിയാനായും സ്പർശിക്കാനും കഴിയും. പക്ഷെ അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായി സാംസ്കാരികമായി തന്നെ ആത്മീയതയെ ഉറപ്പിച്ചു നിർത്തുന്നതിൽ മീം വഹിക്കുന്ന പങ്കിനെ കുറേ കൂടി സൂക്ഷ്മമായി തന്നെ വിലയിരുത്തേണ്ടി വരും. കേരളത്തിൽ പല കാലത്ത് പലതരത്തിലുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് എഴുത്തിനെ മുൻനിർത്തിക്കൊണ്ടാകാം, ഒരുപക്ഷെ ചില കൂട്ടായ്മകളെ മുൻനിർത്തിക്കൊണ്ടാകാം, ചിലപ്പോൾ ചില വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ടാകാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 6-7 കൊല്ലമായിട്ട് ഇവിടെ ഒരു ആത്മീയതയെ പുതിയൊരു പരിപ്രേക്ഷ്യത്തിൽ കാണാനുള്ള, അല്ലെങ്കിൽ ചരിത്രത്തിൽ നാം മറന്നുപോയ ചിലതിനെ ഓർക്കാനുള്ള, അല്ലെങ്കിൽ അറിയാത്ത ചിലതിനെ കൂടുതൽ അറിയാനുള്ള ഒരു പ്രേരണ നൽകുന്ന ഒരു പ്രസ്ഥാന സ്വഭാവത്തിലാണ് സത്യത്തിൽ മീം കവിയരങ്ങ് തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയൊരു സെക്കുലർ മുഖമുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ അധികം കവികൾ ഇവിടെ വരുന്നു, കവിത ചൊല്ലുന്നു. കണ്ടംപററി ഇന്ത്യൻ കോണ്ടക്സ്റ്റിലാണെങ്കിൽ ഇത് വളരെ പ്രസക്തവുമാണ്. അതുകൊണ്ട് തന്നെ ഈ കവിയരങ്ങിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ വലിയധികം സന്തോഷവും അഭിമാനവും ആത്മാർത്ഥമായി തന്നെ തോന്നുന്നുണ്ട്. ഇവിടെ കുറേ അധികം കവികൾ കവിത അവതരിപ്പിച്ചു, ചിലതൊക്കെ കേൾക്കാൻ കഴിഞ്ഞു. റിൽക്ക എന്ന് പറയുന്ന ഒരു യുവകവി, ഫ്രാൻസ് സേവർ കാപ്പുസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ കവിക്ക് അയച്ച ഒരു കത്തുണ്ട്. റിൽക്കെ ഒരു യുവകവിക്ക് അയച്ച കത്തുകൾ എന്ന പേരിലാണ് അത് ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്നത്. നാം ആ പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിനകത്ത് നാം കാണാൻ കഴിയുന്ന ഒന്ന്, ഫ്രാൻസ് സേവർ കാപ്പൂസ് റിൽക്കയോട് പലതരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കുകയാണ്. ആ സംശയങ്ങൾ മുഴുവൻ കവിതയെക്കുറിച്ചാണ്, എഴുത്തിനെ കുറിച്ചാണ്. തൻ്റെ എഴുത്തിൽ എന്തുകൊണ്ടാണ് ഒരു ശൈലി രൂപപ്പെട്ടു വരാത്തത്, തൻ്റെ എഴുത്ത് എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടാത്തത്, എഴുത്ത് ശ്രദ്ധിക്കപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് റിൽക്കയോട് നിരന്തരം കത്തെഴുതി ചോദിക്കുന്നു. അതിന് റിൽക്കെ കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഫ്രാൻസ് സേവർ കാപ്പൂസിൻ്റെ കുറച്ച് കവിതകൾ ആവശ്യപ്പെടുക. ആ കവിതകൾ മുഴുവൻ വായിച്ചിട്ട് റിൽക്കെ ആദ്യം പറയുന്നത്, താങ്കളുടെ കവിതയിൽ സ്വന്തമായൊരു ശൈലി രൂപപ്പെട്ടിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. താങ്കൾക്ക് സ്വന്തമായൊരു ശൈലി രൂപപ്പെടണമെങ്കിൽ താങ്കളുടെ നോട്ടം പുറമേക്ക് മാത്രമല്ല വായിക്കേണ്ടത്, മറിച്ച് താങ്കളുടെ ഉള്ളിലേക്ക് കൂടി നോക്കണം എന്ന് പറയുന്നത്. ഈ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രവർത്തനമാണ്. സത്യത്തിൽ നമുക്കൊന്നും അങ്ങനെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയില്ല. നമ്മൾ പറയും, എന്നോളം അറിഞ്ഞ ആരുണ്ട് എന്ന് നമ്മൾ പറയും. വീണ്ടും കുറെ കൂടി സൂക്ഷ്മമായി അത് പറഞ്ഞു നോക്കുക, നമ്മളോളം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ നാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് സത്യത്തിൽ നമ്മുടേതായ ചില വൈരുദ്ധ്യങ്ങളോടെ, നമ്മുടേതായ ചില വൈവിധ്യങ്ങളോടെ, നമ്മളുടേതായ ചില വ്യതിചലനങ്ങളോടുകൂടി നമുക്ക് പുതിയൊരു കാവ്യഭാഷ സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. സത്യത്തിൽ കവിതയും ആത്മീയതയും അക്കാദമിക നിലവാരം പുലർത്തുന്ന പഠനവും ഒക്കെ തന്നെ ഇഴചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് അതിനുള്ള വലിയ വഴികളാണ് മുന്നിൽ കിടക്കുന്നത്. നിറയെ വായിക്കുക. കടത്തനാട്ട് മാധവി അമ്മ അവരുടെ ഒരു പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, കവിതയെ എനിക്ക് വ്യക്തമായി നിർവചിക്കാൻ എങ്ങനെ കഴിയുമെന്നറിയില്ല, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന കവിത ഇത്ര മാത്രമേ ഉള്ളൂ. കവി കരയുമ്പോൾ വായനക്കാരനും കരയുക, കവി ചിരിക്കുമ്പോൾ വായനക്കാരനും ചിരിക്കുക, കവി ഉള്ളുകൊണ്ട് കാണുന്ന ലോകത്തെ വായനക്കാരനും കാണുക. അപ്പോഴാണ് കവിയുടെ മാനസിക അവസ്ഥയ്ക്കനുസരിച്ച്
ആ കവിത വായനക്കാരനിലേക്ക് എത്തുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നാം എന്തെഴുതുമ്പോൾ, പക്ഷേ ഏതെങ്കിലും വിഷയത്തെ മുൻനിർത്തി എഴുതുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ അനുഭവത്തെ മുൻനിർത്തി എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭാഷയിൽ ഒരു ഉന്തു കൊടുക്കാൻ നാം എഴുതുമ്പോൾ നാം ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആകാതിരിക്കുക. സാറ്റിസ്ഫൈഡ് ആവുന്നത് എന്ന് പറയുന്നത് ഒരുതരം ചതിയാണ്. കാരണം നമ്മൾ കവിത എഴുതി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ കവിത ശ്രദ്ധിക്കപ്പെട്ടു, ഓക്കെ ശരി, ഇനി കുഴപ്പമൊന്നുമില്ല, ഈ കവിതയിലായിരിക്കും ഇനിയിപ്പോൾ ഞാൻ ജീവിക്കുക എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷെ അങ്ങനെയല്ല. കാലവും ചരിത്രവും മാറിക്കൊണ്ടിരിക്കും. നമുക്ക് പുതിയ പുതിയ ഭാവുകത്വം നിർമ്മിക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ പുതിയ ഭാഷ നിർമ്മിക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട്. നാം അതിനനുസരിച്ച് മാറണം. ഒരു കവിതയിലും നിങ്ങൾ സംതൃപ്തിപ്പെടരുത്. അസംതൃപ്തരായി മാത്രം കവിതയെ നോക്കിക്കാണുക. ജീവിതത്തെപ്പോലും അങ്ങനെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെപ്പോലും അങ്ങനെ നോക്കിക്കാണുക. ഏതെങ്കിലും ലക്ഷ്യത്തിലെത്തിയതിന് ശേഷം ഇത് പൂർത്തീകരിക്കപ്പെട്ടു എന്നല്ല. നമുക്ക് വീണ്ടും താണ്ടുവാൻ ദൂരങ്ങളുണ്ടെന്ന് റോബർട്ട് ഫ്രോസ്റ്റ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്നത് പോലെ, ഇരുണ്ടഗാധമെങ്കിലും നമുക്ക് നടന്നു പോകുവാൻ ഇനിയും ദൂരങ്ങൾ വളരെ ഉണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുക. ഒരു കവിയും പൂർണ്ണനാകുന്നില്ല, ഒരു വായനക്കാരനും പൂർണ്ണനാകുന്നില്ല. ഒരു കവിതയും അതിൻ്റേതായ നിലയിൽ പൂർണ്ണമാകുന്നില്ല. അതെന്തൊക്കെയോ അവശേഷിപ്പിക്കുന്നുണ്ട്. ആ അവശേഷിപ്പിക്കുന്ന കാര്യങ്ങളെ പൂർത്തീകരിക്കാനാണ് പിന്നാലെ വരുന്ന കവികളും പിന്നാലെ വരുന്ന വായനക്കാരും പിന്നാലെ വരുന്ന പുതിയ പുതിയ ടെക്സ്റ്റുകളും പാഠങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പാഠങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അപൂർണതയിൽ, അങ്ങനെയുള്ള കവിതയിൽ ഒരു അസംതൃപ്തിയിൽ നിങ്ങൾ കവിതയ്ക്കകത്ത് നിലനിർത്തുക. ഈ അസംതൃപ്തി നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ മനസ്സിലാക്കണം. അല്ലാതെ മറ്റൊരാളുടെ കവിതയോട് നമുക്ക് തോന്നുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിപ്രതിപത്തിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ തന്നെ കവിതയോട് നിങ്ങൾക്ക് തോന്നുന്ന ഇത് അപൂർണമാണ് എന്നുള്ളൊരു തോന്നൽ എപ്പോഴും വേണം. ഇത് എനിക്ക് ഒട്ടും സംതൃപ്തി കിട്ടുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും വേണം. അത് നിങ്ങളിലൊരു അസ്വസ്ഥത ഉണ്ടാക്കും. ആ അസ്വസ്ഥത നിരന്തരം നിങ്ങളെ കവിതയിലേക്ക് പുതിയ ചുവടുവയ്പ്പുകളുമായി പോകാൻ നിങ്ങളെ പ്രാപ്തരാക്കി മാറ്റുകയും ചെയ്യും. ഞാൻ 3 കവിത വായിക്കാം. അതിൽ ഒന്ന് പ്രവാചകരെ പറ്റി എഴുതിയിട്ടുള്ള കവിതയാണ്, 2 വേറൊരു കവിതയാണ്. അത് 2 ചെറിയ കവിത വായിച്ച് തുടങ്ങാം. ആദ്യ കവിതയുടെ പേര് അലിവ് എന്നാണ്. അലിവ്. ഊരും പേരും അറിയാത്ത അലഞ്ഞു തിരിയുന്ന ഒരാൾ വീട്ടിൽ വന്നു. അമ്മ ചോറ്. കല്ലുപാറ്റി വേവിച്ച റേഷനരിച്ചോറ് പഴയ പാത്രത്തിൽ വിളമ്പി അമ്മ. ഊരും പേരും അറിയാത്ത അലഞ്ഞു തിരിയുന്ന ഒരാൾ വീട്ടിൽ വന്നു. അമ്മ ചോറ്. കല്ലുപാറ്റി വേവിച്ച റേഷനരിച്ചോറ് പഴയ പാത്രത്തിൽ വിളമ്പി അമ്മ. ഒരുരുള അയാൾ ഉണ്ടു. ഒരുരുള വാരി വിതറി. ഒരുരുള വീണ്ടും ഉണ്ടു. ഒരുരുള വിതറി. കൂട്ടം കൂട്ടമായി കാക്കകൾ പറന്നടുത്തു. കരച്ചിലും കലമ്പലുമായി തിന്നു. കാക്കകൾക്ക് ചോറ് കൊടുത്താൽ പുണ്യം. അതുങ്ങൾക്ക് വിശന്നതുകൊണ്ടാണ് ഞാൻ ഇരന്നത്. എനിക്ക് വിശന്നാൽ അവരും തരും. ഒരുരുള അയാൾ ഉണ്ടു. ഒരുരുള വാരി വിതറി. ഒരുരുള വീണ്ടും ഉണ്ടു. ഒരുരുള വിതറി. കൂട്ടം കൂട്ടമായി കാക്കകൾ പറന്നെടുത്തു. കരച്ചിലും കലമ്പലുമായി തിന്നു. കാക്കകൾക്ക് ചോറ് കൊടുത്താൽ പുണ്യം. അതുങ്ങൾക്ക് വിശന്നതുകൊണ്ടാണ് ഞാൻ ഇരന്നത്. എനിക്ക് വിശന്നാൽ അവരും തരും. അപ്പറഞ്ഞ മാത്രയിൽ കാക്കകളുടെ ഒച്ചയിൽ അലിഞ്ഞു ചേർന്നു അയാളുടെ ഒച്ച. അപ്പറഞ്ഞ മാത്രയിൽ കാക്കകളുടെ ഒച്ചയിൽ അലിഞ്ഞു ചേർന്നു അയാളുടെ ഒച്ച. ഒരു കവിത. അടുത്തൊരു കവിത. കവിതയുടെ പേര് മരണശേഷം എന്നാണ്. മരണശേഷം. എല്ലാ മനുഷ്യരും ഭൂമിയിൽ നിന്ന് പോകുന്നു. വൈകാതെ നമ്മളും പോകും. അപ്പോൾ നമ്മൾ കണ്ട സ്വപ്നങ്ങളെ മാത്രമായിരിക്കുമോ കൊണ്ടുപോവുക? കുട്ടിക്കാലത്തെ ഓർമ്മ, ആരിൽ നിന്നെങ്കിലും കേട്ട വഴക്ക്, അപകീർത്തിപ്പെട്ടപ്പോൾ ഉണ്ടായ വേദന. എല്ലാ മനുഷ്യരും ഭൂമിയിൽ നിന്ന് പോകുന്നു. വൈകാതെ നമ്മളും പോകും.
അപ്പോൾ നമ്മൾ കണ്ട സ്വപ്നങ്ങളെ മാത്രമായിരിക്കുമോ കൊണ്ടുപോവുക? കുട്ടിക്കാലത്തെ ഓർമ്മ, ആരിൽ നിന്നെങ്കിലും കേട്ട വഴക്ക്, അപകീർത്തിപ്പെട്ടപ്പോൾ ഉണ്ടായ വേദന. കിളിയെപ്പോലെ പറക്കുകയും പന്നിയെപ്പോലെ പെരളുകയും ചെയ്യുന്ന എൻ്റെ കാര്യം മാത്രം പറയാം. കിളിയെപ്പോലെ പറക്കുകയും പന്നിയെപ്പോലെ പെരളുകയും ചെയ്യുന്ന എൻ്റെ കാര്യം മാത്രം പറയാം. 3 നേരവും വീട്ടിൽ ചോറിനായി വരുന്ന ഒരു പൂച്ചയുടെ ആത്മാവിനെ മാത്രം ഞാൻ കൊണ്ടുപോകും. അവനൊപ്പം ആനന്ദതുന്തിലനായി ജീവിക്കും. കിളിയെപ്പോലെ പറക്കുകയും പന്നിയെപ്പോലെ പെരളുകയും ചെയ്യുന്ന എൻ്റെ കാര്യം മാത്രം പറയാം. 3 നേരവും വീട്ടിൽ ചോറിനായി വരുന്ന ഒരു പൂച്ചയുടെ ആത്മാവിനെ മാത്രം കൊണ്ടുപോകും. അവനൊപ്പം ആനന്ദതുന്തിലനായി ജീവിക്കും. ഒരു കവിത കൂടി. ഈ കവിതയുടെ പേര് ഹിറ എന്നാണ്. ഹിറ നിങ്ങൾക്കറിയാം, ഹിറ ഗുഹയെ പറ്റിയാണ്. ലോകത്ത് ഏതൊരു ആത്മീയ ഉണർവിൻ്റെയും കേന്ദ്രം ഗുഹകളും മലയടിവാരങ്ങളും വൃക്ഷച്ചുവടുകളും ഒക്കെയാണ്. ബുദ്ധന് ബൗദ്ധോദയം ലഭിച്ചത് ബോധി വൃക്ഷച്ചുവട്ടിലാണ്. പ്രവാചകർ ഗബ്രീൽ മാലാഖ ഈ വചനം ഓതിക്കൊടുത്തത് ഹിറാ ഗുഹയിൽ വെച്ചാണ്. കേരള നവോത്ഥാനത്തിൻ്റെ ബിംബമായി മാറിയ ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ചത് പിള്ളത്തടം ഗുഹയിലാണ്. അങ്ങനെ യേശുക്രിസ്തു പലപ്പോഴും ഗിരിപ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളത് മലയ്ക്ക് മുകളിലിരുന്നു കൊണ്ടാണ്. അങ്ങനെ എല്ലാ മലയടിവാരങ്ങൾക്കും ഗുഹകൾക്കും ഒക്കെ തന്നെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തിൽ ഒന്നാണ് ഒരുപക്ഷെ ചരിത്രത്തിൽ അടയാളപ്പെട്ട് കിടക്കുന്ന വിശുദ്ധമായ ഓരോരുത്തരും നിരന്തരം കാണാൻ പോകുന്ന ഹിറാ ഗുഹ. കവിതയുടെ പേര് ഹിറ. അതിനറിയാമായിരുന്നു നൂറ്റാണ്ടുകൾ നയിക്കാൻ ഒരാൾ വരുമെന്ന്. ജിബ്രീലിൻ്റെ വചനത്താൽ കാലം അഭിഷിക്തമാകുമെന്ന്. അടിമകൾക്ക് നാവും എളിയവർക്ക് ഉയിരുമായി ചരിത്രം വിളങ്ങുമെന്ന്. ആടുകൾ മേய்ച്ച കൈ തന്നെയോ ഇത്? കച്ചവടത്തിനായി നടന്ന കാലു തന്നെയോ ഇത്? ഹിറായ്ക്ക് സംശയം തോന്നിയിരിക്കാം. എങ്കിലും തൻ്റെ കല്ലുകളാണ് ആ പാദമേറ്റ് അലിയുന്നതെന്നും തൻ്റെ ശൂന്യതയിലാണ് ആ ഇരിപ്പ് നിറയുന്നതെന്നും അറിഞ്ഞു. ബദർ, ഉഹദ്, ഹുനൈൻ യുദ്ധങ്ങൾ ഹിറ മുന്നേ കണ്ടു. ഉയർച്ച, താഴ്ച, വാഴ്ചകൾ നേരത്തെ തൊട്ടു. നാടുകടത്തപ്പെട്ടവരുടെ മുദ്രയായിരിക്കണം ഹിറായിൽ പതിഞ്ഞ വെയിൽ. തിരിച്ചു വന്നവരുടെ വിജയമായിരിക്കണം രാത്രിയിലടർന്ന മഞ്ഞ്. ഹിറായിൽ നിന്ന് പുറത്തിറങ്ങിയ നിലാവ്, ഹിറായിൽ നിന്ന് പുറത്തേക്കൊഴുകിയ നദി, ഹിറായിൽ നിന്ന് പുറത്തിറങ്ങിയ കാറ്റ്. ഹിറായിൽ നിന്ന് പുറത്തിറങ്ങിയ നിലാവ്, ഹിറായിൽ നിന്ന് പുറത്തേക്കൊഴുകിയ നദി, ഹിറായിൽ നിന്ന് പുറത്തിറങ്ങിയ കാറ്റ്, കാലത്തിൻ്റെ റസൂൽ. നന്ദി.